പിന്നെ അപ്പോൾ അങ്ങനൊരു വലിയൊരു പ്രോഗ്രാമായിരുന്നു. പിന്നെ എന്താ പറയുക, അതിൻ്റെ കുറേ തിരക്കുകളിലായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ഹലോ സേട്ടാ. അഖിലെ, നീയാണെന്ന് എനിക്ക് മനസ്സിലായടാ. ഒന്നും കേൾക്കുന്നില്ലേ? ആ റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതാണൊന്നും കേൾക്കാത്തത് കേട്ടോ. റേഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇവിടെ റേഞ്ച് കുറച്ച് കുറവുണ്ട്. ഓക്കെ, സുഖമാണോ? സുഖം സുഖം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ അടുത്ത് എന്താ എനിക്ക് പറയാം, ഞാനെന്താ പറയണ്ടേ? ഓൾവേസ് എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. പിന്നെ കല്യാണം, എനിക്ക് ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജസ് കുറേ ഇടയ്ക്ക് കമൻസ് കുറേ വരുന്നുണ്ട്, പക്ഷേ ചില സമയത്ത് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ റേഞ്ച് ഇത്തിരി ഡൗൺ ആണ്. ഒരു ഹായ് പറയുമോ? നന്ദന അമൽ, അയ്യാ ഹായ് ഹായ് ഹായ്. ദെൻ ഓക്കെ, ഒരു ഹായ്. ആര്യക്ക് ഹായ്. ഹർഷരത് ബാലകൃഷ്ണ ഹായ്. സോ ഇന്നലെ ആ ഒരു ഇതിലായിരുന്നു, പ്രോഗ്രാമിലായിരുന്നു. നല്ല വലിയ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ കൈലാസ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബ്രോസാണ് കേട്ടോ അവരൊക്കെ. പ്രക്ഷോഭ്, ജെയിൻ, പ്രദീപേട്ടൻ, രാജ്കുമാർ, സുർജിത്ത്, അങ്ങനെ ഒരുപാട് എല്ലാവരും നമ്മുടെ ഒരു ടീമാണ്. രജിത്തേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് വരാനായിട്ട് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അങ്ങ് തകർത്തു. ഹായ് ലെനി മരട്. ലെനി ചേട്ടാ ഇപ്പോൾ കൊച്ചിയിലല്ല, കൊല്ലത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ, ഞാൻ വേറൊരു മലപ്പുറത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഈ കൊല്ലത്തേക്ക് വന്നത്. അപ്പോൾ ഈ കൊല്ലത്തെ പ്രോഗ്രാം ഇന്നലെ ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇപ്പോൾ ലെനി ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു ടീമുണ്ട്, എന്താ ആരവ് സിനിമ നിതാര പ്രൊഡക്ഷൻസ് അല്ലേ. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ ഒരു പുതിയൊരു സിനിമ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. ഒരു ടൈറ്റിൽ, ഒരു മോഷൻ പോസ്റ്റർ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. ജൂഹി 2.0. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂഹി 2.0ൻ്റെ ഒരു മോഷൻ പോസ്റ്റർ നമ്മൾ ഇന്നലെ ലോഞ്ച് ചെയ്തു. ഈ ഒരു വലിയ പ്രോഗ്രാമിൽ, ഈ ഒരു വലിയ ചടങ്ങിൽ നമ്മളത് ലോഞ്ച് ചെയ്തു. ലോഞ്ചിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബിജു പണിക്കശ്ശേരി, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ലെനി മരട്, ദെൻ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രാജീവ് RS, പിന്നെ നമ്മുടെ തുഷാറേട്ടൻ. ഇവർ രണ്ടുപേരാണ് സ്ക്രിപ്റ്റ് നോക്കുന്നത്. പിന്നെ ശ്യാം ബ്രോ ഉണ്ടായിരുന്നു. പിന്നെ അഭിലാഷ് ഏട്ടൻ വരാൻ പറ്റിയില്ല, എന്നാലും പുള്ളിയും അതിനകത്ത് നമ്മുടെ ടീമിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടിങ്ങനെ നല്ല നമ്മളത് ലോഞ്ച് ചെയ്തു. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മളത് തകർത്തു ഉള്ള സമയം. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് 3 മണിയൊക്കെ ആയി, ഇന്നലെ പുലർച്ചെയായി കഴിഞ്ഞപ്പോൾ. വരുന്നുണ്ടോ ട്രിവാൻഡ്രം? അയ്യോ, ട്രിവാൻഡ്രം ഇല്ല. ട്രിവാൻഡ്രം വരും. ഓക്കെ, ദെൻ വീട്ടിലെല്ലാവരും സുഖമാണോ? സുഖം ശരത് ബ്രോ. ദെൻ എനിക്ക് ആക്ച്വലി ആരും കാണാൻ പറ്റുന്നില്ല, മീൻസ് റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതാണ് കേട്ടോ. അൻസാൻ ലാലച്ചൻ ഹായ്. പിന്നെ എൻ്റെ എന്താ പറയുക, ഞാൻ ഇതിൽ ആക്റ്റീവ് അല്ല എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേട്ടൻ മറ്റേ ഇൻസ്റ്റ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഫംഗ്ഷൻ വന്നപ്പോഴും ചോദിച്ചു, ചേട്ടാ അതിനകത്തൊന്നും ഒരു അനക്കല്ലല്ലോ. മിനി സ്ക്രീൻ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ മരണവാർത്ത പുറത്തു വന്നത്. സീമാജി നായരാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കീർത്തിയുടെ സിദ്ധുവായിട്ടാണ് നമ്മൾ എല്ലാവരും സിദ്ധാർത്ഥിനെ ആദ്യം ഏറ്റെടുത്തത്. പഠിക്കുന്ന കാലത്ത് തന്നെ അഭിനയമോഹമുണ്ടായിരുന്ന അദ്ദേഹം പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമായിരുന്നു. സിനിമാ നിർമ്മാതാവും നടനുമായ അരുൺ ഘോഷാണ് സിദ്ധാർത്ഥിനെ മിനി സ്ക്രീനിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷകരുടെ പിന്തുണയാണ് തന്റെ വിജയമെന്ന് സിദ്ധാർത്ഥ പലപ്പോഴും പറയാറുണ്ട്. ദൈവനിയോഗം ഒന്നുകൊണ്ട് മാത്രമാണ് താൻ കസ്തൂരിമാൻ സീരിയൽ വിട്ടതെന്നാണ് സിദ്ധാർത്ഥ പറയുന്നത്. തനിക്ക് ഭാഗ്യം കൊണ്ടുവന്ന സീരിയലും അതുതന്നെയാണെന്നും കസ്തൂരിമാനിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചിരുന്നു എന്നും സിദ്ധാർത്ഥ അവസാനമായി പറഞ്ഞിരുന്നു. കസ്തൂരിമാനിലെ കഥാപാത്രത്തിന് തന്നെ യഥാർത്ഥ പേരുമായി സാമ്യത വന്നത് അതിശയമായിട്ട് തോന്നിയിട്ടുണ്ടെന്നും സത്യത്തിൽ യഥാർത്ഥ പേര് വിനീഷ് കുമാർ ആണെന്നും സിദ്ധാർത്ഥ് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ തന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലുണ്ട്.
എന്നാൽ അതൊന്നും തന്നെ ആരും സീരിയസ് ആയി എടുക്കരുത് എന്നാണ് പലപ്പോഴും സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുള്ളത്. മോഡലിംഗിന്റെയും സീരിയലുകളുടെയും സിനിമകളുടെയും എല്ലാം ഭാഗമായിരുന്നു സിദ്ധാർത്ഥ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ച ഒരാൾ കൂടിയായിരുന്നു സിദ്ധാർത്ഥ്. നടൻ സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ മരണം എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ക്യാൻസർ ബാധിതനായിരുന്നു സിദ്ധാർത്ഥ് എന്ന് തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ച ഏറ്റവും വലിയൊരു ഘടകം. കാരണം അങ്ങനെയൊരു രൂപത്തിലോ ഭാവത്തിലോ ഒന്നും നമ്മൾ സിദ്ധാർത്ഥിനെ കണ്ടിട്ടില്ല. എന്നാൽ അവസാനമായി സിദ്ധാർത്ഥ് പങ്കുവച്ച ചിത്രങ്ങൾ ഇപ്പോൾ ഒന്നുകൂടി നോക്കുമ്പോൾ ആ രൂപത്തിലെയും ഭാവത്തിലെയും എല്ലാം മാറ്റം നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാം. എപ്പോഴും തെളിച്ചമുള്ള ചിരിയോടെ, എപ്പോഴും ഒരു കൃഷ്ണനെ പോലെ ഉള്ളൊരു മുഖഭാവത്തോടെ ഇരുന്ന സിദ്ധാർത്ഥിന് എന്ത് പറ്റിയെന്ന് പലപ്പോഴും ഈ ചിത്രങ്ങൾ കണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. വിവാഹത്തെപ്പറ്റി ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു നടൻ കൂടിയായിരുന്നു സിദ്ധാർത്ഥ. പലപ്പോഴും ചേട്ടൻ സിംഗിൾ അല്ലേ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. താനൊരു ക്രോണിക് ബാച്ചിലർ ആണെന്നായിരുന്നു സിദ്ധാർത്ഥ പറയുന്നത്. ആർക്കെങ്കിലും സീരിയസ് ആയി പ്രപ്പോസ് ചെയ്യാൻ ഇത്ര ആഗ്രഹമുണ്ടെങ്കിൽ പോന്നോട്ടെ എന്നാണ് സിദ്ധാർത്ഥ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്.